നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട്ട് മികച്ച പോളിംഗ്. ഉച്ചവരെ 35% പേർ വോട്ടിട്ടു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്ന് സി കൃഷ്ണകുമാർ. മഹാരാഷ്ട്രയിൽ പോളിംഗ് മന്ദഗതിയിൽ, ജാർഖണ്ഡിൽ ഭേദപ്പെട്ട പോളിംഗ്. പ്രധാനമന്ത്രിക്ക് 19ാമത് പരമോന്നത ബഹുമതി. നരേന്ദ്രമോദിയെ തേടി ഗയാന, ബാർബഡോസ് പരമോന്നത പുരസ്കാരങ്ങൾ. ഗയാന പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച. 2ാം ഇന്ത്യ കാരിക്കോ ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. വഖഫ് അവകാശവാദങ്ങളിൽ ആശങ്കയോടെ പാലക്കാട്ടുകാർ. പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് BJP. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ രാഷ്ട്രീയ നിലപാടിൽ ഇടതും വലതും പ്രതിരോധത്തിൽ. പാലക്കാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്ന് സമരസമിതി. മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസ് പുനരന്വേഷിക്കണമെന്ന് സുപ്രീം കോടതി. വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. അന്തിമ വിജയം തനിക്കു തന്നെയെന്ന് ആന്റണി രാജു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റ് നിരക്ക് വർധനയെ ന്യായീകരിച്ച ആരോഗ്യമന്ത്രി. സ്വകാര്യ ആശുപത്രികൾ 250 രൂപ ഈടാക്കുന്നുണ്ടല്ലോ എന്ന് വീണ ജോർജ്. പാലക്കാട് പോളിംഗ് ബൂത്തിൽ വീറും വാശിയും വിവാദങ്ങളും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലെത്തിയ പാലക്കാട് ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. ഇതുവരെ 34.49% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 6 മണിക്ക് അവസാനിക്കുന്ന പോളിംഗിന് ശേഷം 6:30യോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അയ്യപുരം സ്കൂളിലായിരുന്നു വോട്ട്. ഇന്നത്തെ വോട്ട് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. തുടക്കം മുതൽ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് മുഴുവൻ ഇവിടുത്തെ പാലക്കാട്ടത്തെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത്. ആ വിഷയങ്ങളാണ് പാലക്കാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 മുന്നണികൾക്കും വിവാദങ്ങൾ മറന്ന് വികസനത്തിൻ്റെ പിന്നാലെ വരേണ്ടി വന്നു. ഞങ്ങൾ നിശ്ചയിച്ച, ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അജണ്ടയാക്കി അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരേണ്ടി വന്നു. ഇത്തവണത്തെ വോട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും. ഞങ്ങൾ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തിന് വേണ്ടി UDFും LDFും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 1ാം സ്ഥാനം വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. 5 അക്ക ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. അത് 10,000-ൽ കൂടുതൽ വോട്ടിന് ഞങ്ങൾ ഇത്തവണ വിജയിക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ, ഗോകുൽ K വേണുഗോപാൽ, ശിവദാസ് കന്മനം എന്നിവർ ഒപ്പം ചേരും. ആദ്യം അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, 35% അരികെ എത്തി നിൽക്കുന്നു. ആദ്യം ഗോകുലിലേക്ക് പോകാം. ഗോകുൽ K വേണുഗോപാൽ. ഗോകുൽ, 35% അരികെ എത്തി നിൽക്കുന്നു. രാവിലെ മുതൽ സ്ത്രീകളുടെ നിര എത്ര കണ്ട് കൂടുതലാണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോഴും നീണ്ട നിരയുണ്ടോ? കൃഷ്ണരാജ്, പോളിംഗ് ബൂത്തിന് മുന്നിൽ സാമാന്യം നിരയുണ്ട് എന്നാണ് ഏകദേശം എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 184 ബൂത്തുകളാണുള്ളത്. ബഹുഭൂരിപക്ഷം ബൂത്തുകളിലും ഇതിന് സമാനമായ രീതിയിലുള്ള
ആളുകളുടെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ചില ബൂത്തുകളിലെങ്കിലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയുമുണ്ട്. എന്നാലും 7 മണിക്കൂർ പിന്നിടുമ്പോൾ രാവിലെ 7 മണിക്കായിരുന്നു വോട്ടിംഗ് ആരംഭിച്ചത്. 7 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് ഏകദേശം 35% എത്തുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1,94,000 വോട്ടുകളാണുള്ളത്. ഇപ്പോൾ ഈ ഉച്ചയോടടുക്കുന്ന സമയത്ത് പോളിംഗ് ബൂത്തിൽ ഉള്ള ആളുകളുടെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ബൂത്തുകളും കഴിഞ്ഞ നമ്മൾ അല്പസമയം മുമ്പ് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകളിലായിരുന്നു 88, 89 ബൂത്തുകളിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ ആയാലും നമ്മൾ ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ അവിടെ സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യമായിരുന്നു കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെയൊക്കെ പോളിംഗ് തുടങ്ങിയ സമയത്ത് 7 മണി മുതൽ 8-9 മണി വരെയുള്ള സമയത്ത് പുരുഷന്മാരുടെ സാന്നിധ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീ വോട്ടർമാർ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നു. എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ സന്നദ്ധമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം തേടുന്ന സമയത്തൊക്കെ ആയാലും വോട്ട് ഞങ്ങളുടെ അവകാശമാണ്, എന്തൊക്കെ ആയാലും ഞങ്ങൾ എത്തും എന്ന അഭിപ്രായ പ്രകടനം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ പിരായിരി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 3 ബൂത്തുകൾ 126, 128, 129 എന്നിങ്ങനെ 3 ബൂത്തുകളാണുള്ളത്. 126ാമത്തെ ബൂത്തിൽ 1094 വോട്ടർമാരാണുള്ളത്. 28-ൽ 1450, 129-ൽ 1085 എന്നിങ്ങനെ 3000-ലധികം 3500ഓളം വോട്ടർമാർ ഈ 3 ബൂത്തുകളിലായിട്ട് ഇവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ 75-80%, കഴിഞ്ഞ തവണയൊക്കെ 75-80% വോട്ട് രേഖപ്പെടുത്തിയ ഒരു ബൂത്തുകളാണ് ഈ 3 അതായത് സാമാന്യ മണ്ഡലത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ 75.44 ആയിരുന്നു. അതിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ തവണയൊക്കെ ഷാഫി പറമ്പിലിന് വലിയൊരു മെജോറിറ്റി അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഉണ്ടായിരുന്ന മേൽക്കൈയെ അട്ടിമറിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ BJPയും ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. BJPയുടെ ഒരു വോട്ട് പോലും ഈ പഞ്ചായത്തിൽ പോൾ ചെയ്യപ്പെടാതിരിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയത്. നമുക്ക് കാണാം, എല്ലാ ആളുകളും ഇപ്പോൾ ആളുകളെ വയ്യെങ്കിൽ കൂടിയും ഓപ്പൺ വോട്ട് എന്ന രീതിയിൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രദ്ധ വിവിധ മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് ഒക്കെ പോവാം. എത്ര സമയമായി ഇവിടെ എത്തിയിട്ട്? ഒരു അരമണിക്കൂറോളം. രാവിലെ തൊട്ട് ഇവിടെ തിരക്കാണോ? അതെ, തിരക്കാം. എന്തൊക്കെയായിരുന്നു ഇത്തവണ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ? എന്താ അങ്ങനെ പോകും. എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ തവണയും ചെയ്യാം. ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. പുറത്തൊക്കെ ആണെങ്കിലോ? വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോയമ്പത്തൂർ എന്ത് ചെയ്യുന്ന? ഇവിടെ ഒരു വർക്ക് ചെയ്തു. അപ്പൊ കുറെ ദിവസം ലീവ് ഉണ്ടോ? ഇല്ല, ഇന്ന് തിരിച്ചു പോകും. എപ്പോഴാ വന്നേ? കാലത്ത് വന്നു. കാലത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറായി. എപ്പോ പോകും? കുറച്ച് കഴിഞ്ഞാൽ പോകും. അതാണ് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. കോയമ്പത്തൂരിൽ നിന്ന് വന്നാണ്, രാവിലെ എത്തിയതേ ഉള്ളൂ, അരമണിക്കൂർ ആയതേ ഉള്ളൂ. എത്തിയിട്ട് വോട്ട് ചെയ്ത് ഉടനെ കോയമ്പത്തൂരേക്ക് തിരിച്ചു. അത്തരത്തിൽ വീറും വാശിയുമേറിയ ഒരു പോരാട്ടം പാലക്കാട് നടക്കുന്നത്. എന്താ അമ്മയുടെ പേരെന്താ? രാധാമണി. വീട് ഇവിടെ അടുത്താണോ? അടുത്താണ്. എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഷാഫി പറമ്പിൽ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ഒരു മാറ്റം ഉണ്ടാവോ ഇത്തവണ? മാറ്റം ഉണ്ടാവണല്ലോ. ഉണ്ടാവണം, ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലായിരിക്കും ഈ സ്ഥലങ്ങളിലെ വോട്ടൊക്കെ പൊളിയപ്പെടുക. അമ്മ എല്ലാ തവണയും വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ വോട്ട് ചെയ്യാറുണ്ട്. ഒറ്റക്കാണോ വന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പരിസരത്ത് മക്കളൊക്കെ ചെയ്തു പോയി. ഇപ്പൊ ഞങ്ങളെ ലാസ്റ്റ്. ഓക്കെ, എന്താ ചേച്ചി എന്ത് പറയുന്നത്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം? കുഴപ്പമില്ല, നല്ല പോരാട്ടം തന്നെയാണ്. അതാ ഞങ്ങളെല്ലാവരും വന്ന് വോട്ട് ചെയ്യാൻ രാവിലെ മുതൽ ഇവിടെ ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പഴയ പോലെ ക്യൂവിലാണ്. ഞാനിവിടുത്തെ മെമ്പറും കൂടിയാണ്. രമ, BJPയുടെ മെമ്പർ. 14. ഈ മണ്ഡപം നിൽക്കുന്ന വാർഡ് 14. ഓക്കെ, ഈ പഞ്ചായത്തില് എത്ര മെമ്പർമാർ? 3 സീറ്റ് ഉണ്ട്. 3 സീറ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ പിടിച്ചാണോ നേരത്തെ തൊട്ടുണ്ടോ? കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഒരു സീറ്റും കൂടെ പിടിച്ചു 3 എണ്ണമായി. ഉണ്ടായിരുന്നു ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ BJPയുടെ? പ്രവർത്തനം പറഞ്ഞാൽ ഗംഭീരമായ പ്രവർത്തനമാണ്. പിന്നെ സന്ദീപ് വാര്യരും കൂടി പാർട്ടി മാറിയതോടെ കൂടുതൽ പ്രവർത്തകർക്ക് ശക്തിയായി, പ്രവർത്തിക്കാനുള്ള ശക്തി കൂടുതലായി. ഒരാൾ പാർട്ടി വിട്ടു പോയ സമയത്ത് ബാക്കിയുള്ളവർക്ക് കൂടുതൽ ഊർജ്ജം വന്നു. വിട്ടുപോയി പറഞ്ഞാൽ ഇത്രയും പേരും പ്രസക്തിയുള്ള ഒരാൾ ഈ പണി ചെയ്തപ്പോൾ നമ്മുടെ പ്രവർത്തകർക്കിടയിൽ നല്ല ചർച്ചാ വിഷയമാണല്ലോ. സാധാരണക്കാരനല്ലല്ലോ മാറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രവർത്തിക്കാൻ നല്ലൊരു ഊർജ്ജമായി. ഞങ്ങൾ ഇത്ര ദിവസവും ഊണും അറക്കുമില്ലാതെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. സന്ദീപ് കുറച്ച് നേരത്തെ കൂടെ പോണായിരുന്നു. വിട്ടുനിന്ന ആൾക്കാർ പോലും കൂടുതൽ പ്രവർത്തനത്തിൽ വന്നു. അപ്പോൾ പാലക്കാട് പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ 6000-ലധികം വോട്ടിന്റെ ലീഡ് ഇവിടെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നട്ടാട്ടമാണ്. അതുകൊണ്ട് വോട്ട് മറിക്കാനുള്ള ചാൻസ് ഇല്ല. അവരവരുടെ വോട്ട് അവർ കൃത്യമായി പിടിച്ച പാർട്ടി കൂറുമാറുമ്പോഴല്ലേ. പ്രായരി പഞ്ചായത്തിനാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ഷാഫിക്ക് പോയത്. ഇപ്രാവശ്യം അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല. എന്തൊക്കെ ഈ പഞ്ചായത്തിൻ്റെതായ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒരു പ്രത്യേകമായിട്ട് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ ഉയർന്നു നിന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? വികസനങ്ങളൊന്നും ഇല്ല. രണ്ട് വഴിക്കാരും തമ്മിലുള്ള അടിയല്ലാതെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഷാഫി പറമ്പിൽ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഫണ്ടുകൾ പോയി ചോദിച്ചു. ഇരു പാർട്ടിക്കാരും കൂടി ഈ മണ്ഡപത്തിനെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയതായിരുന്നു. ഹരിതകർമ്മ സേനയ്ക്ക് സ്വന്തമായി ഒരു MCF ഇല്ല. ഇവിടെ 21 വാർഡിലെയും കൂടി കൊണ്ടുവന്ന് വേസ്റ്റ് മുഴുവൻ ഇവിടെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് ഒരു മണ്ഡപം ഇതുവരെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല കല്യാണ ആവശ്യങ്ങൾക്കായിട്ട്. ഇരു മുന്നണികളും കൂടി പ്രായരി പഞ്ചായത്തിനെ കുളം തോണ്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഫലം പ്രതീക്ഷിക്കാം. അതെ അതെ, അത് തന്നെയാണ് പറയുന്നത്. പിരായിരി പഞ്ചായത്ത് UDFന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UDFന് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ഷാഫി പറമ്പിൽ 6000-ലധികം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്താണ് പിരായിരി എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന BJPയുടെ മെജോറിറ്റി അട്ടിമറിക്കാൻ തക്കവണ്ണം വോട്ടുകൾ ഇവിടെ UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ തവണ അതുണ്ടാവില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ജനകീയ വിഷയങ്ങൾ ഒരുപാടുണ്ട്, അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഷാഫി പറമ്പിൽ MLA ആയി 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടില്ല. ഈ കൂടുതലായിട്ട് ആളുകൾ ഇവിടെ നിൽക്കുന്നത് അത് BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. കോയമ്പത്തൂരിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാടിന്റെ മാറ്റത്തിന് ആവശ്യമായി ആളുകളൊക്കെ പോൾ ചെയ്യപ്പെടും, വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ള വോട്ടർമാർ പങ്കുവെക്കുന്നത്. ഉച്ചയായിട്ടും പോളിംഗ് ബൂത്തിന് മുമ്പിലുള്ള നിര അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കുറേ സമയമായി വന്നിട്ട് എല്ലാം ഇപ്പോൾ എത്തിയതിൽ ശരി എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറേ സമയം എത്തിയിട്ട് 10 മിനിറ്റായി. എന്തൊക്കെയാ ഇവിടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ ഒരു മാറ്റം ഉണ്ടാവും ഇത്തവണ? പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ വെളിയില്ല. പിള്ളേരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്താണോ, വിദേശത്താണോ? അതായത് അവന് ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാന്. അതുകൊണ്ടാണ്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവോ പാലക്കാട്? മാറണം, മാറ്റം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത്തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളെ കാര്യമായി ബാധിക്കുന്നത്? ഇപ്പം നമുക്ക് കാര്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ റോഡ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ ചേച്ചി പറഞ്ഞു. എന്തൊക്കെയാ അമ്മേ വിഷയങ്ങൾ? ചില ആളുകൾക്കെങ്കിലും പ്രതികരിക്കാൻ മടിയുണ്ട്. എന്നാലും ആളുകൾ പറയുന്നത് മാറ്റം ഉണ്ടാകും, മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ എല്ലാവരും പ്രതികരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വരിയിൽ കാണാം, എല്ലാവരും അമ്മമാരാണ്, വനിതകളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എല്ലാവരും ഭൂരിപക്ഷം ആളുകളും പ്രതികരിക്കുന്നത് ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇവർ കഴിഞ്ഞ തവണ പല ആളുകൾക്കും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവർ വിചാരിച്ചതുപോലെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങളോ അടിസ്ഥാന വികസനത്തിൽ മാറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ, പഞ്ചായത്തിൻ്റെതായ വിഷയങ്ങൾ മെമ്പർമാരും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളും വോട്ടർമാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കുവയ്ക്കുന്നത്. ഒരു മാറ്റം ഇവർ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറഞ്ഞത് വികസനത്തിന് വേണ്ടി, ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ഇത്തവണത്തെ പാലക്കാട് വോട്ടിടുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുതന്നെയാണോ ഈ വരികളിലും പ്രതിഫലിക്കുന്നത്? ചോദിക്കുന്നവരൊക്കെയും അങ്ങനെ പറയുന്നുണ്ട് താനും. മാറ്റം അനിവാര്യമാണ്, വികസനത്തിലേക്ക് വിരൽ ചൂണ്ടണം പാലക്കാട് എന്നൊക്കെ. അതുതന്നെയാണ്. അടിസ്ഥാന വികസനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കൂടി കടന്നുപോയിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ ആളുകൾ നിൽക്കുന്ന സമയത്തായാലും പങ്കുവെക്കുന്നത്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളില്ല, കുടിവെള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, മാലിന്യം സംസ്കരിക്കുന്നതിന് നല്ല മാർഗ്ഗങ്ങൾ ഇല്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഷാഫി പറമ്പിൽ MLA ആയി പലതവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അതിന് മാറ്റങ്ങളില്ല. UDF ആണ് ഈ പിരായിരി പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത്തരത്തിലുള്ള നേട്ടങ്ങളോ വികസന മുന്നേറ്റങ്ങളോ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വികാരം ജനങ്ങളിൽ പ്രതിഫലിക്കും. അത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുമെന്നുള്ള പ്രതികരണങ്ങളാണ്
ജനങ്ങൾ വോട്ടർമാർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതിനൊരു ബദലായിട്ട് വികസന രേഖ NDAയുടെ വികസന രേഖയൊക്കെ മുന്നിൽ വെച്ചിട്ടായിരുന്നു C. കൃഷ്ണകുമാറിൻ്റെ ടീം ഇവിടെ പ്രവർത്തനം നടത്തിയിരുന്നത്. ഈ ശ്രീധരൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വികസന രേഖ, ഒരു ബദൽ രേഖയായിരുന്നു ഈ സംസ്ഥാനത്ത് ആദ്യമായി നഗരഗ്രാമ വികസന ഇടനാഴി. അതായത് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു വികസന മുരടിപ്പ് നേരിട്ട് അനുഭവപ്പെടുന്നതാണ്, ബോധ്യപ്പെടുന്നതാണ്. ഗതാഗത സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് തുല്യമായ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ വിവിധ പഞ്ചായത്തുകളിലും ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു BJP ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളും, എല്ലാ ജനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളും. വീടുകളില്ലാത്ത ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും ഈ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നതാണ് C. കൃഷ്ണകുമാറിന്റെ വാഗ്ദാനം. അത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CSR ഫണ്ട്, കോർപ്പറേറ്റുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമെന്നുള്ളതാണ് C. കൃഷ്ണകുമാറിന്റെ വാഗ്ദാനം. അതൊക്കെ ഒരു പുത്തൻ ഐഡിയയാണ്, പുതിയ ആശയങ്ങളാണ്. ഈ ആശയങ്ങളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് C. കൃഷ്ണകുമാറിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ അദ്ദേഹം ഞാൻ ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജൊക്കെ പാലക്കാട് ഉണ്ടെങ്കിലും കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലാണ് എന്ന പ്രശ്നങ്ങൾ നമ്മൾ ജനസഭയൊക്കെ നടത്തിയ സമയത്ത് പല ആളുകൾ പങ്കുവച്ചിരുന്നു. വിവിധ മാധ്യമങ്ങൾ പരിപാടികൾ നടത്തുമ്പോഴൊക്കെ വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങളാണ്, KSRTC കോംപ്ലക്സിന്റെ പ്രശ്നങ്ങളാണ്, അതോടൊപ്പം തന്നെ ടൗൺ ഹാളിന്റെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടും, അതൊക്കെ പരിഹരിക്കപ്പെടും എന്നൊരു വാഗ്ദാനമാണ് NDAയുടെ പ്രകടന പത്രികയിലുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ, വിവര സാങ്കേതിക വിദ്യ, വ്യവസായം, ടൂറിസം തുടങ്ങി സകല മേഖലയെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസന രേഖയാണ് ജനങ്ങളുടെ മുന്നോട്ടേക്ക് ഇവിടെ C. കൃഷ്ണകുമാർ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 200ഓളം സ്റ്റാർട്ടപ്പുകൾ, തൊഴിൽ അവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. 200ഓളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഒരു സംവിധാനം ഒരുക്കും. IT ഹബ്ബാക്കി പാലക്കാടിനെ മാറ്റുമെന്നൊക്കെ പറയുന്നു. നമ്മൾ നേരത്തെ ഒരു അമ്മയുടെ ഒരു വോട്ടറുടെ പ്രതികരണം എടുത്ത സമയത്ത് അവർ പറഞ്ഞത് 2 മക്കൾ വിദേശത്താണ്, വിദേശത്ത് ജോലിക്ക് പോയി, എങ്കിലും അവർ ഇങ്ങോട്ടേക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ ലഭ്യമായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന രീതിയിലുള്ള ഒരു വികസന രേഖയാണ് NDA മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുപോലെ വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ്. റോഡ്, ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു വികസന പ്രശ്നങ്ങൾ കാര്യമായി പരിഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുകയോ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് NDA സ്ഥാനാർത്ഥി മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്തായാലും നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന ആളുകളൊക്കെ ഒരു മാറ്റം പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം. അത്തരത്തിൽ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. പലതവണ പല ആളുകളെ ജയിപ്പിച്ച് വിട്ടിട്ട് പോയിട്ടും കാര്യമായ ഗുണമുണ്ടായിട്ടില്ല. റോഡ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല, മാലിന്യ സംസ്കരണം യഥാവിധി നടക്കുന്നില്ല, കുടിവെള്ളം യഥാവിധി ലഭ്യമാകുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഹരിക്കപ്പെടാൻ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിനായിരിക്കും ഇത്തവണ വോട്ട് എന്ന പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പറഞ്ഞതുപോലെ 1,94,000 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉടനീളമുള്ളത്. 1,94,000-ൽ 35% ശരി ഗോകുൽ, പാലക്കാട്ട് 40% അടുക്കുന്നു. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 38.47% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു 1 മണിയാകുമ്പോഴേക്കും. അതായത് ഇനി അങ്ങോട്ട് ഇതേ ഒഴുക്ക് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പതിവായി കാണാനില്ലാത്ത ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിച്ചേരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതായത് പാലക്കാട് കരുതിക്കൂട്ടി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ സൂചനകൾ ആണ് മനസ്സിലാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. അരുൺ ആലത്തൂർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, 38.47%, ഒരുപക്ഷെ 40-നോട് അടുത്ത് നിൽക്കുന്നു. അതായത് വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അരുൺ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ പറയാനാകുമോ? പുതിയ പോളിംഗ് ശതമാനം എന്നത് 40.85 ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം 40-ലേക്ക് ഈ ഒരു ശതമാനം എത്തുമ്പോൾ വോട്ടർമാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. 1.15-ന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. 1.15-ലെ അപ്ഡേറ്റ് പ്രകാരം 40% ആളുകൾ ഏതായാലും
വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് ഏറ്റവും പുതുതായിട്ട് അറിയിക്കാൻ ഉള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു 65-70% പോളിംഗ് ആണ് പല തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്താറുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 78%, അതായത് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും എത്രത്തോളം പോളിംഗ് ഉയരും എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. പ്രധാനമായിട്ടും ഈ നഗരമേഖലകളിലാണ് പോളിംഗ് ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പഞ്ചായത്ത് ഭാഗങ്ങളിലെ പോളിംഗ് പെർസെന്റേജ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നഗരത്തിൽ കുറച്ച് പോളിംഗ് അല്പം കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. പാലക്കാട് നഗരം സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും BJPക്ക് ഒപ്പം നിൽക്കാറുള്ള എന്താണ് നഗരസഭ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ പോളിംഗ് കൂടുന്നത് അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അവർക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യവും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഓരോ ഇടത്തും ചെന്ന ആളുകളോട് അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ്. തങ്ങളെ വീണ്ടും ഇങ്ങനെ വെയിലത്തും മഴയത്തൊക്കെ നിർത്തുന്ന തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. അതൊരു തങ്ങൾ ഒരു 5 വർഷത്തെ കാലത്തേക്കാണ് ഇതിനു മുൻപ് ഒരു MLAക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷെ ആ MLA പാതി വഴിയിൽ ഇങ്ങനെ വിട്ടിട്ട് പോവുക എന്നുള്ളത് അത് ഏതായാലും തങ്ങളെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് പല വോട്ടർമാരും പറയുന്നു എന്നുള്ളതാണ്. അതേസമയം അത്തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ചു എങ്കിൽ പോലും വോട്ട് ചെയ്യാതെ മാറി നിൽക്കാൻ കഴിയില്ല, കൃത്യമായി തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്നുള്ളത് തന്നെയാണ് വോട്ടർമാർ ഓരോരുത്തരും പറയുന്നത്. അത് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പോയ മിക്ക ബൂത്തുകളിലും വോട്ടർമാരായ ആളുകളൊക്കെ പ്രതികരിച്ചതായിട്ടാണ് നമുക്ക് കണ്ടത്. അത് ഏതായാലും ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം ഏത് തരത്തിലാണ് അവരുടെ ചിന്ത എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയായി അത് മാറി എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 40% കടന്നിരിക്കുന്നു പോളിംഗ്. അത് ഓരോ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ 40% എന്നുള്ളത് ഒരു 80% വരെ പോളിംഗ് എത്തിക്കുക എന്നുള്ളതാണ് മിക്ക മുന്നണികളും കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടി അവരുടെ വോട്ടുകൾ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുക, പരമാവധി വോട്ടർമാരെ ഇത്തരത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ പ്രവർത്തകരും ഓരോ പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് മിക്ക ഇടങ്ങളിലും കാണാനും കഴിയുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട് പാലക്കാട്ട്, അത് ദൃശ്യങ്ങളിൽ പ്രകടമാണ്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ നിരയാണ് കാണാനാകുന്നത്. സ്ത്രീ വോട്ടർമാർ വലിയ ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തുന്നു. അതൊക്കെ തെളിയിക്കുന്നത് ആ മാറ്റത്തിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്നാണ്. ഏതായാലും വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 40.85, അതായത് പകുതി പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും 40.85% വോട്ടിംഗായി. ഇനി ഉച്ചയൊന്ന് കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് ഒന്ന് പോയി വോട്ടിടാം എന്ന് കരുതി നിൽക്കുന്നവരെല്ലാം ഒരേ സമയത്ത് വന്നാൽ വൈകിട്ട് അവസാന നിമിഷം ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് ഒരുമിച്ചെത്തിയാൽ പോളിംഗ് ശതമാനം കുത്തനെ കൂടാനാണ് സാധ്യത. അതായത് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയാറാണ് പതിവ്. പക്ഷെ പാലക്കാട്ട് അതല്ല കാണുന്നത്. അത് എന്ത് സൂചനയാണ് നൽകുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ കെ വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. പാലക്കാട് പോളിംഗ് ബൂത്തിൽ വലിയ നിര, 41% എത്തി നിൽക്കുന്നു പോളിംഗ്. ഇതുവരെയും രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് 1:20 ആകുമ്പോഴേക്കും 41% തൊട്ടരികെ എത്തി നിൽക്കുന്നു വോട്ടെടുപ്പ്. എല്ലാ ബൂത്തുകളിലും വലിയ നിരയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണയായി പോളിംഗ് ശതമാനം കുറയാറാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സ്ത്രീകൾ ഒന്നടങ്കം വോട്ട് ചെയ്യാനെത്തുന്നു. കാരണമെന്ത്? അത് നൽകുന്ന സന്ദേശമെന്ത്? ശിവദാസ് കർമ്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, പറയൂ.
കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 4 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 163, 164, 165, 167 ഇങ്ങനെ 4 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇപ്പോഴും ഏകദേശം ഉച്ച സമയമാണ്. ഇപ്പോൾ 1:30 അടുക്കുന്നു. അതായത് പോളിംഗിൻ്റെ ഏകദേശം പകുതിയോളം പിന്നിട്ടു. ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാമാന്യം മോശമല്ലാത്ത തിരക്ക് ഈ ഒരു പോളിംഗ് ബൂത്തിൽ 163 നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ മോശമല്ലാത്ത തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 41% അടുത്തിരിക്കുന്ന ഈ പോളിംഗ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു ഇഞ്ചോടിഞ്ച് ഉള്ള ഒരു മത്സരം കൂടിയാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു പോളിംഗ് ബൂത്തിലും പ്രതിഫലിക്കുന്നത്. സ്ത്രീകളും വോട്ട് ചെയ്യാനുള്ള പ്രായമായ ആളുകളടക്കം ഇവിടേക്ക് ഓരോ ബൂത്തുകളിലേക്കും എത്തുന്ന ഒരു കാഴ്ച നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അത് ഒന്നുകൂടി കൂടുതൽ ആകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ വെയിൽ ഒന്നുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. പക്ഷേ ഇപ്പോഴും ഉച്ച സമയമായിട്ട് പോലും ഇപ്പോഴും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ വലിയ ഒരു ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒക്കെ എന്താണ്? രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നല്ല മത്സരമായിരുന്നില്ലേ? മത്സരം ഇഞ്ചോടിഞ്ച് പറയാനൊന്നും പറ്റില്ല. ഇഞ്ചോടിഞ്ച്. പ്രധാനം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരു വികസനം കാഴ്ചപ്പാടുള്ള ആളുകൾ വരണം തന്നെ. എന്താണ് വികസനമുള്ള ആൾക്കാർ ആരായാലും വരണം, അതാണ് വേണ്ടത്. വികസനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. എന്താണ് പറയാനുള്ളത്? നല്ല മത്സരമായിരിക്കും, അത്രയേ ഉള്ളൂ. പ്രവചിക്കാൻ പറ്റാത്ത മത്സരം. ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അതെ, ഇക്കുറി അതേ ഭൂരിപക്ഷമായി. കുറെ ആര് ജയിക്കുകയാണെങ്കിൽ അതേ ഭൂരിപക്ഷമായിരിക്കും, ചെറിയ ഭൂരിപക്ഷമായി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പ്രചാരണമായിരുന്നു. 3 കൂട്ടരും നല്ല പ്രചാരണമായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്ന് കൃത്യമായിട്ട് ഒരു കുത്തകയില്ല ഈ സീറ്റ്. പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ, ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥി വരണം എന്നാണ്, വിജയിക്കണം എന്നാണ്? നല്ല സ്ഥാനാർത്ഥി, അത് പറയാം. ആര് വന്നാലും നല്ല സ്ഥാനാർത്ഥി, അത്രേ ഉള്ളൂ. വേണ്ടി എന്ത് വേണം ചെയ്യുന്നവരുമായിരിക്കും വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ പോളിംഗ് ബൂത്തല്ലേ. അല്ല, പിന്നെ ഇവിടെ കുറെ സമയമല്ല നിൽക്കുന്നത്, സ്പീഡ് കുറവാണ്, വളരെ കുറവാണ്. ഇവിടെ വോട്ട് കൂടുതലാണ്, 1000 ചില്ലറ വോട്ടുകളാണ്. അപ്പോൾ അവിടെ കുറവാണ്, അതുകൊണ്ടാണ് അവിടെ ക്യൂ ഇല്ലാത്തത്. ഇവിടെ 1300 ചില്ലാൻ വോട്ടുകളുണ്ട്, അതുകൊണ്ടാണ് പോളിംഗ് മന്ദഗതിയിലാവും. ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും. 1 മണിക്കൂർ വേണം. കുഴപ്പമില്ല. നമ്മൾ എപ്പോഴെങ്കിലും എന്താ പറയുക, ഒരു പ്രാവശ്യമല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൂ, കുഴപ്പമില്ല. ശരി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആളുകൾക്ക് തന്നെ ഉള്ളത്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ തവണ വളരെ ചെറിയ ഒരു മാർജിനിൽ ആണ് അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ MLA ആയി വിജയിച്ചത്. 3759 വോട്ടുകൾക്കായിരുന്നു അന്ന് UDF വിജയിച്ചത്. ഇത്തവണ അതുകൊണ്ട് തന്നെ കൃത്യമായ ഫലം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങോട്ട് പോകും എന്നത് കൃത്യമായി പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് 3 മുന്നണികളും ഇവിടെ നടത്തിയത്. പ്രത്യേകിച്ച് വികസനത്തിന് ആര് ഊന്നൽ നൽകുന്നുവോ അവർ വിജയിക്കും എന്നാണ് പ്രധാനമായും വോട്ടർമാർ പറയുന്നത്. രാഷ്ട്രീയത്തിന് അപ്പുറം വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആര് വിജയിക്കും എന്നത് തന്നെയാണ്. അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആരായിരുന്നു അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി ഇവിടെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വികസന രാഷ്ട്രീയത്തിന് ആയിരിക്കും ഇവിടെ മേൽക്കൈ ഉണ്ടാവുക, അവർ തന്നെയായിരിക്കും വിജയിക്കുക. വിവാദങ്ങൾക്കപ്പുറം വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വോട്ടായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് പ്രധാനമായും വോട്ടർമാരും പറയുന്നത്. എന്തായാലും ഇത്തവണ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് നടന്നത്. എന്തായാലും 3 ദിവസം കൂടി കാത്തിരുന്നാൽ അന്തിമ ഫലം അറിയാം. കൃഷ്ണരാജ്. ശരി, പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന സൂചന നൽകുന്നു പോളിംഗ് ശതമാനം. 1:25 ആകുമ്പോഴേക്കും 40.85, ഒരുപക്ഷെ അത് കടന്നിട്ടുണ്ടാകാം. കാരണം ഇത് അല്പം മുൻപുള്ള 1 മണിവരെയുള്ള കണക്കാണ്. 40.85% പേർ വോട്ട് രേഖപ്പെടുത്തി. അതായത് വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പോകുന്നുവെന്ന സൂചന. അത് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കൂടുന്നത് മാറ്റത്തിൻ്റെ സാധ്യതകളിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതായത് വലിയ പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി. BJPയുടെ
കൃഷ്ണകുമാർ വലിയ പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. വികസനത്തിന് വേണ്ടി മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണെന്ന് പാലക്കാട് ഇടുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം, ഗോകുൽ കെ വേണുഗോപാൽ, അരുൺ ആലത്തൂർ. ഇനി നമുക്ക് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ പോളിംഗ് മന്ദഗതിയിലാണ്. 11 മണിവരെ മഹാരാഷ്ട്രയിൽ 18.14% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. 31.37%-മായി വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എല്ലാ വോട്ടർമാർക്കും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് നാഗ്പൂർ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ 288 സീറ്റിലേക്ക് ഒറ്റഘട്ടമായാണ് പോളിംഗ്. സമാധാനപരമായ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എന്നിവർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. प्रजातंत्र में मतदान नागरिकों का कर्तव्य है और नागरिक कर्तव्यों को प्रत्येक नागरिक ने करना चाहिए। इसलिए जहाँ जब मेरा मतदान है मैं वहाँ जाके पहले वो काम कर लेता हूँ दिन में, बाकी सब काम बाद में करता। अभी मैं बहुत दूर था, उत्तरांचल में था। एक दिन मेरे कार्यक्रम का कम करके केवल इसके लिए मैं कल रात को आया हूँ और आज चला जाऊँगा। तो मतदान ये कर्तव्य है, मतदाताओं ने मत देना चाहिए। ये मैं बोलता हूँ तो मुझे करना है, ये आज के दिन नहीं पूछना, बाद में। മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, NCP നേതാവ് ശരത് പവാർ എന്നിവർ വോട്ട് ചെയ്തു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ബോളിവുഡിലെ സൂപ്പർ താരങ്ങളും മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തി. आइए वोट कीजिए, ये हमारी एक रिस्पॉन्सिबिलिटी है। ECI का मैं आइकन हूँ, तो बहुत समय से मैं यही कह रहा हूँ, लोगों को यही दरख्वास्त कर रहा हूँ की वर्ष मी बोलत आलोय ECIचा मी आयकॉन आणि मी सगळ्यांना हेच सांगत आलोय की येऊन वोट करा, मतदान करा, कारण ही आपली रिस्पॉन्सिबिलिटी आहे. आजही तोच मेसेज सगळ्यांना की तो एफर्ट घ्या, घरातनं या, वोट करा. फॅसिलिटीज एकदम चांगल्या आहेत, कुठेही अजिबात काही अडचण झाली नाहीये आणि मी हीच अपेक्षा करतो तुमच्याकडनं की बाकीच्या लोकांनाही अडचण नाही व्हायला पाहिजे. ജാർഖണ്ഡിൽ 38 സീറ്റുകളാണ് വിധിയെഴുതുന്നത്. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. പോളിംഗ് സമാധാനപരം. BJP 51-ലധികം സീറ്റുകൾ നേടി വൻ വിജയം നേടുമെന്ന് മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി പ്രതികരിച്ചു. JMM സർക്കാർ ഭരണ തുടർച്ച നേടുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പത്നി കൽപ്പന സോറനും വ്യക്തമാക്കി. ജനം, ഡൽഹി. മുനമ്പം സമരക്കാരെ അധിക്ഷേപിച്ച് കേരള വഖഫ് സംരക്ഷണ സമിതി. മുനമ്പത്ത് 610 കുടുംബങ്ങളില്ലെന്ന് സമിതി കൺവീനർ മുജീബ് റഹ്മാൻ. 1950-ലെ കൈവശക്കാരല്ലാത്തവരെ മുഴുവൻ ഒഴിപ്പിക്കണമെന്നും ഫാറൂഖ് കോളേജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, എല്ലാം ഞങ്ങളുടേതാണ്, അവിടെ അത്രയും കുടുംബങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്യം വ്യക്തമല്ലേ? കൃഷ്ണരാജ്, വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അവർ പറഞ്ഞു വയ്ക്കുന്നത് അവിടെയുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ ഒഴിപ്പിക്കണം. 610 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ വഖഫ് സംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്നത് 200-ന് മുകളിൽ മാത്രമാണ്. ഈ 610 എന്ന കണക്കിൽ അവിടെയുള്ള മറ്റ് റിസോർട്ട് മാഫിയ അടക്കമാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് എന്ന കാര്യം ആണ് പ്രധാനമായും അവർ ആരോപിക്കുന്നത്. മാത്രമല്ല, സാധാരണ ജനങ്ങളെ പൂർണ്ണമായും തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന ഒരു കടുത്ത നിലപാട് അല്ലെങ്കിൽ അടുത്ത ഒരു ആവശ്യം തന്നെ ഇവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ ഉയർത്തുകയാണ്. അങ്ങനെ മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകളില്ല, ഈ സമരക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുക തന്നെ വേണം. 1950 മുന്നേ അവിടെ താമസിച്ച ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ തുറന്നു താമസിക്കാനുള്ള അവകാശമുള്ളത്. മറ്റെല്ലാം തന്നെ വഖഫ് ഭൂമി വാങ്ങി എത്തിയ ആളുകളാണ്. അത് ഫറൂഖ് കോളേജിന്റെ കൈവശത്ത് നിന്നാണ് ഈ ഭൂമി വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫറൂഖ് കോളേജ് കൂടി കുറ്റക്കാരാണ് എന്ന കാര്യവും വഖഫ് സംരക്ഷണ വേദി പറയുന്നു. ഫറൂഖ് കോളേജിനെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കേണ്ടത്
വഖഫ് ബോർഡാണ് ഇക്കാര്യത്തിൽ ഫറൂഖ് കോളേജിനെതിരെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കേണ്ടത്. എന്നാൽ വഖഫ് ബോർഡ് അത്തരം നടപടികളിലേക്ക് കടക്കുന്നില്ല. ഈ മറ്റൊരു ഭൂമി കൊടുക്കുക എന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ വലിയ വിവാദവും ചർച്ചയുമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ ഇത്തരത്തിൽ വഖഫിന്റെ ആവശ്യത്തിന്, വഖഫ് ബോർഡിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഭൂമി കണ്ടെത്താൻ ശ്രമിക്കുന്നു. കാസർഗോഡ് അടക്കം അത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ വഖഫ് ബോർഡിന് പതിച്ചു നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ അത്തരമൊരു അല്ല ജിജീഷ്, ഈ വഖഫ് സംരക്ഷണ സമിതിയൊക്കെ മുന്നേ ഉള്ളതാണോ അതോ ഈ പ്രതിഷേധമൊക്കെ വന്ന് ഞങ്ങൾ വിട്ടുതരില്ല ഭൂമി എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടായതാണോ? കൃഷ്ണരാജ്, ഇതിൽ പലതും കടലാസ് സംഘടനകളാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതിയുണ്ട്. ഒപ്പം തന്നെ വഖഫ് സംരക്ഷണ വേദി എന്ന പേരിൽ മറ്റൊരു സമിതി നേരത്തെ തന്നെയുണ്ട്. ഈ വഖഫ് സംരക്ഷണ വേദി പല ഘട്ടങ്ങളിലും വഖഫ് ബോർഡിന്റെ തെറ്റായ പ്രവണതകളെ ആ ഒരു ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു, അതിന്റെ അഴിമതികളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിലാണ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കുക മാത്രമാണ് ഇതിനൊരു പോംവഴി. മാത്രമല്ല, പുരോഹിതന്മാർക്കെതിരെ കൂടി ഈ ആളുകൾ തിരിയുന്നുണ്ട്. പുരോഹിതന്മാർ തെറ്റായ പ്രചരണം നടത്തുകയാണ്, പുരോഹിതന്മാർ തെറ്റായ കാര്യങ്ങൾ പറയുകയാണ് എന്ന കാര്യമാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പുരോഹിതന്മാർക്കെതിരായ ആരോപണങ്ങൾ കൃത്യമായി തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതി ഉയർത്തുകയും ചെയ്യുന്നു. അവർ കോടതി വിധിയെ പോലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായും ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായി തന്നെ ഒരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ വഖഫ് സംരക്ഷണ സമിതി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ശരി ജിജീഷ് കർണാവൻ, കൈവശക്കാർ ഒഴികെയുള്ളവർ ഒഴിഞ്ഞു പോകണമെന്നാണ് വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഫറൂഖ് കോളേജിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി. കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി. പുനരന്വേഷണത്തിനെതിരായ ആന്റണി രാജുവിൻ്റെ അപ്പീൽ തള്ളിയ കോടതി 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. തൊണ്ടിമുതൽ കേസ് പുനരന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരായി ആന്റണി രാജു നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ആന്റണി രാജുവിനെതിരായ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി കുറ്റപത്രം പുനഃസ്ഥാപിക്കുകയും പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. അതേസമയം കേസിൽ വീണ്ടും അന്വേഷണ നടപടികൾ തുടങ്ങേണ്ടതില്ല. നിലവിലെ കുറ്റപത്രത്തിന്മേൽ 1 വർഷത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനാണ് ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടത്. 1990-ൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടുമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. 2006-ൽ ആന്റണി രാജുവിനെതിരായ കുറ്റപത്രം നൽകിയെങ്കിലും വിചാരണ നടന്നില്ല. കോടതിയിലെ സെഷൻ ക്ലർക്ക് KS ജോസാണ് കൂട്ടുപ്രതി. കേസിൽ വാദം കേൾക്കുന്നതിനിടെ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നും ആവശ്യമെങ്കിൽ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. ജനം, ഡൽഹി. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് കൊച്ചിൻ ദേവസ്വം ബോർഡാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K സുദർശൻ ഔറംഗസേബിനെ പോലെയാണ്. ഉദ്യോഗസ്ഥ മാഫിയ ക്ഷേത്രവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നുവെന്നും B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔറംഗസീബിനെ പോലെ പെരുമാറുന്നത്, ഔറംഗസീബിന്റെ നയമാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. ഔറംഗസീബിന്റെ ക്ഷേത്രവിരുദ്ധ സമീപനമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഒരു മുഖ്യ കാരണക്കാരൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എന്ന് ഇപ്രാവശ്യത്തെ അവരുടെ അഫിഡവിറ്റും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്തും മനസ്സിലാക്കാൻ കഴിയുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ രൂക്ഷമായി വിമർശിച്ച് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിൻ്റെ തനിമയാണ് ആന എഴുന്നള്ളിപ്പ്. ഇത് കാണാൻ കൂടിയാണ് വിനോദസഞ്ചാരികൾ വരുന്നത്. കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിലപാട് ശരിയല്ല. ആനകളുടെ സുരക്ഷിതത്വത്തിനായി ഉടമകൾ നിലപാടുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് കേരളത്തിന്റെ തനിമയാണ് ആന എഴുന്നള്ളിപ്പ്. അത് ലോകത്തൊരിടത്തുമില്ല, ഇന്ത്യയിൽ ഒരിടത്തുമില്ല.
ഈ ചന്തവും ചൈതന്യവും കാണുന്നതിന് വേണ്ടി കൂടിയാണ് സന്ദർശകർ കേരളത്തിൽ വരുന്നത്. ഇപ്പം കുട്ടികൾ കുറെ ആളുകൾ വരുന്നുണ്ടല്ലോ കാട് വൃത്തികളിലേക്ക്. ആനയെ കാണാനാണ് വരുന്നത്. ആനയെ കാണാൻ വരുന്നതിൽ ഒരു അടങ്ങിയിരിക്കുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശം ഉപദ്രവകാരിയല്ല, നിരുപദ്രവമാണ് താൻ. ആനയുടെ ഉടമസ്ഥന്മാർക്ക് കുറെ പ്രശ്നമുണ്ട്. ഇതിനെ സംരക്ഷിക്കണം, അതിനുള്ള ചെലവ് വഹിക്കണം. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് വരുമ്പോഴാണ് ഉത്സവ സീസണിൽ മാത്രമാണ് ഈ നാട്ടാനകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്നത്. CITUവിന്റെ എതിർപ്പിനെ തുടർന്ന് ഹരിവരാസനം റേഡിയോ പദ്ധതി ഉപേക്ഷിച്ച് ദേവസ്വം ബോർഡ്. കോൺഗ്രസ് നേതാവിന് കരാർ നൽകാനുള്ള നീക്കത്തെ എതിർത്ത് CITU ദേവസ്വം ബോർഡിന് കത്തയച്ചതിനെ തുടർന്നാണ് തീരുമാനം. കരാർ നൽകും മുൻപ് തന്നെ ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിൽ വന്നിരുന്നു. ഇന്റർനെറ്റ് റേഡിയോ എന്ന നിലയിലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഹരിവരാസനം റേഡിയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങാനിരുന്നത്. തുടർന്ന് കരാറുമായി ബന്ധപ്പെട്ട് നടന്ന രാഷ്ട്രീയ ഇടപെടലുകളാണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം. കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് കരാർ നൽകാനായിരുന്നു തീരുമാനം. ഈ വിവരം ഭരണാനുകൂല സംഘടനയായ CITUവിൽ അതിർത്തിയുണ്ടാക്കി. തുടർന്ന് എതിർപ്പുമായി CITU ദേവസ്വം ബോർഡിനെ സമീപിക്കുകയായിരുന്നു. രേഖാമൂലം കത്ത് നൽകിയതോടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ പദ്ധതി ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിലേക്കെത്തി. ആദ്യഘട്ടത്തിൽ 20 ലക്ഷവും തുടർന്നുള്ള ഓരോ മാസവും 5 ലക്ഷം വീതവും ബോർഡ് നൽകണമെന്നായിരുന്നു കരാർ. കരാറിൽ ഒപ്പിടുന്നതിന് മുൻപായിരുന്നു CITU ഇടപെടൽ. കരാർ നൽകുന്നതിന് മുൻപ് തന്നെ ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിൽ വന്നതും പ്രതിഷേധത്തിന് വഴിയൊരുക്കി. ശബരിമലയിലെ വിവിധ പദ്ധതികളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പദ്ധതിയുടെ കരാർ നൽകാൻ നീക്കമുണ്ടായതെന്നാണ് CITU ആരോപിക്കുന്നത്. എന്നാൽ 7ഓളം പേർ ബിഡിൽ പങ്കെടുത്തതായും അതിൽ കുറഞ്ഞ തുക കോട്ട് ചെയ്തത് തങ്ങളായിരുന്നുവെന്നുമാണ് ബാലകൃഷ്ണൻ പെരിയയുടെ വിശദീകരണം. ജനം സന്നിധാനം. പഞ്ചാബിലെ ദേര ബാബ നാനാക്കിൽ ഉപതെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. ദേര പഠാനയിലെ പോളിംഗ് ബൂത്തിലാണ് സംഘർഷമുണ്ടായത്. കോൺഗ്രസ് AAP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കോൺഗ്രസ് MP സുഖ്ജീന്ദർ സിംഗ് രൺധാവയുടെ സാന്നിധ്യത്തിലായിരുന്നു സംഘർഷം. അതിർത്തിയിലെ സേനാ പിന്മാറ്റം കാര്യക്ഷമമായി നിലനിർത്താൻ തുടർ നടപടികളുമായി ഇന്ത്യയും ചൈനയും. വർഷം തോറുമുള്ള അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടത്താനും വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ധാരണ. കൈലാഷ് മാനസരോവർ യാത്ര ഉൾപ്പെടെ തുടർച്ചാ വേളകളിൽ പരിഗണനാ വിഷയം ഉണ്ടാകും. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും G20 സമ്മേളന വേളയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഇരു നേതാക്കളും ചർച്ച ചെയ്തത് അതിർത്തിയിലെ സേനാ പിന്മാറ്റം തന്നെയാണ്. സേനാ പിന്മാറ്റം കാര്യക്ഷമവും സമഗ്രവുമായി തുടരാൻ വാർഷിക അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. Foreign ministers met to exchange views. They reviewed the progress in the recent disengagement in the India-China border areas and also discussed the next steps that are to be taken in the bilateral relationship. We've issued a press release also on the meeting, and some of those next steps are outlined in that. The two sides are discussing the possible scheduling of an early meeting between the special representatives of the two sides, and there are meetings at the regular institutional level at the foreign secretary and the vice minister level that are also being discussed. കൈലാഷ് മാനസ സരോവർ യാത്ര സംബന്ധിച്ച വിഷയങ്ങളും തുടർ അവലോകന യോഗങ്ങളിൽ ചർച്ചയാകും. There will be a number of issues of interest that will come up in these meetings. You referred to the Kailash Mansarovar Yatra. In fact, the External Affairs Minister did flag this as one of the issues to discuss. But when the institutional mechanisms start meeting, I'm sure a number of these issues will be taken up in those meetings. റഷ്യയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സേനാ പിന്മാറ്റത്തിന് ധാരണയായത്. തുടർന്ന് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചു. അതിർത്തികളിൽ പരസ്പര ധാരണയോടെ പട്രോളിംഗും ഇന്ത്യയും ചൈനയും തുടങ്ങിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി. രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി, തിരുവരൂർ,
ജില്ലകൾക്കാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. കന്യാകുമാരിയിലും പേച്ചിപ്പാറയിലും സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. യുക്രൈന് കുഴിബോംബുകൾ നൽകാനുള്ള അനുമതിയിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ചെറിയ കാലയളവിൽ മാത്രം പ്രവർത്തിക്കുന്ന മൈനുകളാണ് നൽകുക. അതിനിടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് അമേരിക്കയുടെ കീവിലെ എംബസി താൽക്കാലികമായി അടച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, യുക്രൈൻ, റഷ്യ ഒക്കെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ വാർത്തയായി ഉയർന്നു കേൾക്കുന്നു അല്ലേ? തീർച്ചയായും റഷ്യ യുദ്ധം ഇപ്പോൾ വലിയൊരു അവസ്ഥയിലേക്ക് കടന്നു. ഫെബ്രുവരി 24 യുദ്ധം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് 1000 ദിവസം യുദ്ധം ആരംഭിച്ച് തികഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ ചില നടപടികളെല്ലാം തന്നെ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ലാൻഡ് മൈനുകൾ, അതായത് ഈ ആർമി കടന്നു കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി മണ്ണിൽ കുഴിച്ചിടുന്ന മൈനുകൾ, ആ മൈനുകൾക്ക് മുകളിൽ മനുഷ്യർ ചവിട്ടിയാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള മൈനുകൾ അതിർത്തിയിൽ വിന്യസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ഇത്തരത്തിലുള്ള മൈനുകൾ നൽകാനുള്ള ഒരു തീരുമാനവും കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ആർമി ടാക്ടിക്കൽ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുവാദം അമേരിക്ക യുക്രൈന് നൽകിയത്. ഇത്തരത്തിൽ 2 തരത്തിലുള്ള സൈനിക പിന്തുണ അല്ലെങ്കിൽ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു പിന്തുണ കൂടി നൽകിയ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. ഇത് സ്വാഭാവികമായും ഉയർന്നു വന്നത് നോർത്ത് കൊറിയയുടെ സൈന്യം ആ മേഖലയിൽ, കർസ്ക് മേഖലയിൽ വ്യാപകമായി വിന്യസിക്കപ്പെട്ടു എന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷം കുറെ കൂടി ഗൗരവമായ ഒരു സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സംഘർഷം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ കീവിലെ, അതായത് യുക്രൈനിലെ തലസ്ഥാനത്തേക്ക് എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികമായി ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണ് എംബസി അടച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി തുടർന്നും എംബസി ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതേസമയം റഷ്യ കൃത്യമായ മുന്നറിയിപ്പ് വീണ്ടും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കും നൽകുകയാണ്. ഇത്തരത്തിലൊരു നീക്കം, അതായത് ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകൾ, അതായത് നേരത്തെ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞതും ഇന്നലെ അനുമതി നൽകിയതുമായ ആർമി ടാക്ടിക്കൽ മിസൈലുകൾ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചിരുന്നു. അത്തരത്തിൽ പ്രയോഗിച്ച ലോങ് റേഞ്ച് മിസൈലുകൾ ഇനിയും പ്രയോഗിക്കാനുള്ള സാധ്യതയും യുക്രൈൻ പദ്ധതിയിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു നീക്കം യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ എടുക്കുന്ന നിലപാടായി കണക്കാക്കുമെന്ന് നേരത്തെ തന്നെ വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംഘർഷാവസ്ഥ കുറെ കൂടി രൂക്ഷമായിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈനിൽ അതിശക്തമായ ആക്രമണം റഷ്യ നടത്തുകയും യുക്രൈന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്ത് മേഖലയെ ഇരുട്ടിലാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ ശക്തമാകുന്നു. അമേരിക്ക യുക്രൈനോടൊപ്പം ആയുധങ്ങൾ നൽകിക്കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നു എന്നൊരു സാഹചര്യം കൂടി. അതാണ് ഏറ്റവും പ്രധാനവും. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും സജീവമാകുന്നു. അപ്പോൾ അമേരിക്ക യുക്രൈന് പരസ്യമായി ആയുധങ്ങൾ നൽകി ഒപ്പം ചേരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും പരമോന്നത ബഹുമതി. ഗയാനയുടെയും ബാർബഡോസിൻ്റെയും പരമോന്നത പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും. ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസ്, ബാർബഡോസിൻ്റെ അഭിമാനമായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് എന്നിവയാണ് പ്രധാനമന്ത്രിക്ക് നൽകുക. അതേസമയം പ്രധാനമന്ത്രിക്ക് കീ ഓഫ് ദി സിറ്റി നൽകി ആദരിച്ച് ഗയാനയുടെ തലസ്ഥാനമായ ജോർജ് ടൗൺ. ഇതോടെ പ്രധാനമന്ത്രിയുടെ അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 19ആയി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഗയാനയിൽ സന്ദർശനം തുടരുകയാണ്. ഇതിഹാസ മഹാകാവ്യം രാമായണം ലോകം മുഴുവനും ശ്രദ്ധ നേടുകയാണ്. വിശ്വവിദ്യാ ഗുരുകുലത്തിലെ ബ്രസീലിയൻ വിദ്യാർത്ഥികൾ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ രാമായണ നാടകാവിഷ്കാരം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ബ്രസീൽ സന്ദർശനത്തിനിടെയായിരുന്നു അവതരണം. വിശ്വവിദ്യാ ഗുരുകുലത്തിലെ ബ്രസീലിയൻ വിദ്യാർത്ഥികൾ അതിമനോഹരമായാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ രാമായണം ആവിഷ്കരിച്ചത്. ശ്രീരാമ ഭരത സംവാദം മുതൽ
രാമായണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അവതരണം കടന്നുപോയി. വനവാസത്തിനായി പുറപ്പെടുന്നതും മാരീചൻ മാനായെത്തിയതും അതിമനോഹരമായി അവതരിപ്പിക്കപ്പെട്ടു. ജടായുമോക്ഷവും രാവണവധവും സീതാദേവിയുടെ മോചനവും ജീവനുള്ള ശില്പങ്ങളായി വേദിയിലെത്തി. അവതാരകരോടൊപ്പം സൗഹൃദം പങ്കിട്ടാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും മടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഡിസംബർ മാസത്തിനുള്ളിൽ നടത്താൻ സംസ്ഥാന സർക്കാർ. വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്രത്തോട് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കും. പദ്ധതി വൈകിയാൽ സാമ്പത്തിക നഷ്ടവും വരുമാനക്കുറവും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ്. കമ്മീഷനിംഗ് പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള സർക്കാർ തീരുമാനം ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. പോർട്ടിൻ്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. നമുക്ക് വ്യവസായങ്ങൾ വരണം, അതിന് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വരണം, പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലിങ്ങും അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്ന ധാരാളം സെൻറ്ററുകൾ ഇത്തരം പോർട്ടുകളുടെ ചുറ്റും വരും. അതിനൊരു ഡെവലപ്മെൻറ്റ് സോൺ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രൊപ്പോസൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം തന്നെ കമ്മീഷൻ ചെയ്യാനാണ് സർക്കാർ തീരുമാനം. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് പ്രതിദിനം ഒരു കപ്പലെങ്കിലും നങ്കൂരം ഇടുന്നുണ്ട്. ഒപ്പം 2000 കണ്ടെയ്നറുകളും കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ മേന്മകളാണ്. ഒരേ സമയം 2 കപ്പലുകൾ ഡോക്കിംഗ് ചെയ്യാൻ കഴിഞ്ഞു. കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ തീരത്തേക്കും ഫീഡർ കപ്പലുകൾ വെസലിലേക്കും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ തുറമുഖം വലിയ രീതിയിൽ പ്രവർത്തന സജ്ജമാകുന്നു. ഈ സാഹചര്യത്തിൽ കമ്മീഷനിംഗ് വൈകിയാൽ അത് വരുമാനത്തിനും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കും. അടുത്ത മാസം ആദ്യവാരം തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള തീയതി നിശ്ചയിക്കും. വയബിലിറ്റി ഗ്രാഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടനടി ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനാണ് സർക്കാരിന്റെ ശ്രമം. ട്രയൽ റൺ പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷയേക്കാൾ ഉപരി തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതും മറ്റൊരു പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സി 2025 സൗഹൃദ മത്സരത്തിന് കേരളത്തിലെത്തും. സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക സൗകര്യങ്ങൾ വിലയിരുത്താനായി അർജന്റീന ഫുട്ബോൾ സംഘാടകർ 1.5 മാസത്തിനുള്ളിൽ കേരളത്തിലെത്തും. 1.5 മാസത്തിനുള്ളിൽ അർജന്റീന ഫുട്ബോൾ സംഘാടകർ കേരളത്തിലെത്തും. സാങ്കേതികപരമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച നടത്തേണ്ടി വരും. എല്ലാം ഒത്തുവന്നാൽ 2025 ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന താരങ്ങൾ കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കും. രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. 2 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും സ്പോർട്സ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്പെയിനിൽ അർജന്റീന ഫുട്ബോൾ സംഘടനയുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2025 താരങ്ങൾ കേരളത്തിലെത്തുന്നത്. പരിപാടിയുടെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ സർക്കാരല്ല നൽകുന്നത്. കേരള സ്വർണം വെള്ളി വ്യാപാര വ്യവസായ സംഘടനകളുടെ സഹായത്തോടുകൂടിയാണ് മത്സരം സംഘടിപ്പിക്കുക. 50,000 കാണികളെ പ്രവേശിപ്പിക്കാവുന്ന തരത്തിലായിരിക്കും മത്സരം നടത്തുക. ഇതിനായി കൊച്ചി ഉൾപ്പെടെയുള്ള സ്റ്റേഡിയങ്ങൾ പരിഗണിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് മത്സരങ്ങൾ നടത്തുന്നതെങ്കിലും പൂർണ്ണമായ നിയന്ത്രണം സർക്കാരിനായിരിക്കുമെന്നാണ് കായിക വകുപ്പിന്റെ വിശദീകരണം. സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് അർജന്റീന താരങ്ങളെ കേരളത്തിലെത്തിക്കുന്നത്. ജനം, തിരുവനന്തപുരം. 20 വർഷത്തിലേറെ നീണ്ട കരിയർ അവസാനിപ്പിച്ച് ടെന്നീസ് ഇതിഹാസ താരം റാഫേൽ നദാൽ ഡേവിസ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ടാണ് പടിയിറക്കം. സിംഗിൾസ് പോരാട്ടത്തിൽ ബോട്ടിക് വാൻ ഡിയോട് നേരിട്ടുള്ള സെറ്റുകൾക്ക് നദാൽ പരാജയപ്പെട്ടു. സ്കോർ 4-6, 4-6. ഡേവിസ് കപ്പിന് ശേഷം വിരമിക്കാനുള്ള തീരുമാനം നദാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഡേവിസ് കപ്പിന് ശേഷം വിരമിക്കാനുള്ള കരിയറിൽ 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഉൾപ്പെടെ 92 കിരീടങ്ങളാണ് റാഫയുടെ സമ്പാദ്യം. സ്പെയിൻ ടീമിനൊപ്പം 4 തവണ ഡേവിസ് കപ്പ് നേടിയിട്ടുണ്ട്. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.